ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നിട്ട് എല്ലാവരും പപ്പ അമ്മയൊക്കെ അകത്തുണ്ട്, ഞാനിവിടെ ഉണ്ട്. കാപ്പിച്ചുവിനെ അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കൈ കിട്ടുന്നത്. ഇവിടെ പുള്ളി വീണ്ടും വേണം തന്നെ. പുള്ളിക്ക് ടെൻഷൻ ഇതൊന്നും ഇല്ലല്ലോ. പുള്ളിക്ക് ഫുഡ് കിട്ടും പുള്ളിക്ക് വേണ്ടി സമയത്ത്. അതൊക്കെ തന്നെ പുള്ളിയുടെ കഥ. അപ്പോൾ വെൽക്കം ടു വീട്ടിലേക്ക് വെൽക്കം ടു ഊട്ടി എന്ന് പറയുന്നവരെ വെൽക്കം ടു അവർ ഹോം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. വീട്ടിൽ എല്ലാവരും എത്തി. പപ്പയുടെ വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. റീഹാബിലിറ്റേഷനാണ്. അപ്പോൾ പപ്പ ബെഡ് റെസ്റ്റിലാണ്. ഞാനും കാപ്പിച്ചു ഇങ്ങനെ വെളിയിരിക്കുകയാണ്. എന്നോട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നേ ഇല്ല. വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താളം തെറ്റി. അപ്പോൾ അങ്ങനെയാണ് പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു കേട്ടോ. പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർജറി ചെയ്യണം. സർജറി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ 2 ആഴ്ചയാണ് നമുക്ക് അവിടുന്ന് വീട്ടിൽ ടൈം തന്നിരിക്കുന്നത്. ആ 2 ആഴ്ച കഴിയാറായി. ഇതിരുന്ന് 2 ദിവസത്തിനുള്ളിൽ സർജറിക്ക് പോകണം. സർജറിക്ക് പോയി കഴിഞ്ഞിട്ട് സർജറി നടത്തി കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു വലിയ പ്രശ്നം കാണത്തില്ലായിരിക്കും എന്നാണ് നമ്മുടെ ഒരു നിഗമനം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാസ്പ ഇനി 5 ദിവസത്തേക്ക് മിനിമം 1 ആഴ്ച ഹോസ്പിറ്റലിൽ കാണുന്നു. 5 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ കാസ്പ വീണ്ടും ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. അതാണ് വേറൊരു ഇഷ്യൂ. വീണ്ടും വരുന്നതാണ് കാസ്പയ്ക്ക്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള കഷ്ടപ്പാടോ ഇവനെ വന്ന് കാണുന്ന കഷ്ടപ്പാടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കഷ്ടപ്പാടൊന്നുമല്ല, അത് കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം എടുക്കണം. ഒരു എന്നാലും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുണ്ടല്ലോ 1.5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ വീട് വരെ. അപ്പോൾ അത്ര സമയം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ എങ്ങനെയും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വരണം. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് 1 പ്രാവശ്യം വരാൻ പറ്റത്തുള്ളൂ, കാരണം അതിൽ കൂടുതൽ ഇറങ്ങാനുള്ള ടൈമില്ല. അപ്പോൾ ആ 1 പ്രാവശ്യം വന്നിട്ട് ഞാൻ കുറേ ഫുഡ് ഇവൻ ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണ്. അതിന് മുമ്പിൽ ഞാൻ കൊടുത്ത് വെച്ചിട്ട് പോവുകയാണ്. കാരണം രാത്രിയിലൊന്നും വന്നിട്ട് പിന്നെ കൊടുക്കാനോ നമുക്ക് അങ്ങനത്തെ റിലേറ്റീവ്സും ഇല്ല. ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ഫാമിലിയിൽ വളരെ കുറവാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു. പപ്പായും ഞാനുമാണ് കുറച്ച് ഡോഗിനോടൊരു ഇൻപമുള്ള ആൾ. അമ്മ ഇപ്പോൾ ഇവൻ്റെ കൂടെ താമസിച്ചത് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അമ്മയ്ക്ക് പാമ്പും പറ്റി എന്ന് പറയാൻ ഭയങ്കര പേടിയാണ്. അത് ഫുള്ളായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം അവർക്കൊരു ഓപ്പൺനെസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ആളിനെ ഇപ്പോൾ ഫുഡ് കൊടുക്കാനായിട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാനോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ അതിൻ്റെ മുമ്പിൽ അത് കൊടുത്ത് വെച്ചിട്ട് കുറേ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. കാരണം ഇഷ്ടമുള്ളപ്പോൾ കഴിക്കട്ടെ. പിന്നെ വയറ് ഫുള്ളായിട്ട് നിറഞ്ഞാൽ അവൻ ഓവറായിട്ട് അടിച്ച് കയറ്റത്തില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവനത് മാനേജ് ചെയ്തോളൂ. അപ്പം അങ്ങനെയാണ് ഈ വരുന്ന ആഴ്ചയും കാസ്പ കുറച്ചൊരു ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു ഇതാണ്. പുള്ളിക്കാരൻ ഇവിടെ ഇരുന്ന് എല്ലാം കുളമാക്കുന്നുണ്ട്. നമ്മുടെ ഓലമടയൊക്കെ പുള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് വൻ പണിയിലാണ് പുള്ളി. അപ്പോൾ അമ്മയുടെ കയ്യിൽ വേറെ തെറി കേൾക്കാൻ വേണ്ടിയുള്ള പരിപാടി പുള്ളി എനിക്ക് വേണ്ടി ഒപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് തെറിയൊന്നും കിട്ടത്തില്ല, നമുക്കാണല്ലോ മൊത്തം തെറി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഒരു ചെറിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നില്ല. ജീവിതത്തിലെല്ലാം ഭംഗിയുള്ള കാര്യങ്ങളാണ്. നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ വരാറുള്ളൂ ലൈഫിൽ. അപ്പോൾ നമുക്കൊരു സ്വപ്നമുണ്ട്, നമുക്കൊരു പ്ലാനിങ് ഉണ്ട്. പക്ഷേ ജീവിതത്തിനുണ്ടല്ലോ വേറൊരു പ്ലാനുണ്ട്. അതിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ എന്താണോ വരുന്നത് അതിൻ്റെ കൂടെ ഒഴുകി പോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. ഒഴുകി പോകാൻ പറ്റാത്തവരെ തകർന്നു പോകും. ഒഴുകി പോകാൻ പറ്റുന്നവൻ അതിൽ നിന്ന് മുമ്പിൽ ചാടി വീണ്ടും സ്ട്രോങ് ആകും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വലിയ ഇമോഷണലി ഇതിനെ എടുക്കുന്നില്ല. നമ്മളിതിനെ എങ്ങനെയാണോ കാര്യം അതിനനുസരിച്ച് മാത്രം നമ്മൾ ക്ലാരിറ്റിയോടെ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇമോഷണലി ഉള്ള ഒരു സംഭവത്തിനകത്തോട്ട് കയറിപ്പോയാൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞിട്ടൊന്നും കിട്ടാനും ഇല്ല നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനി ഓപ്പറേഷൻ, തിരിച്ച് ഹോസ്പിറ്റലിൽ പോകണം. ഓപ്പറേഷൻ കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ വരാൻ 5 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും വെൽവിഷ് ചെയ്യണം. എല്ലാവരും ജസ്റ്റ് 1 പ്രാവശ്യം പറഞ്ഞാലും മതി. ലൈക്ക് എല്ലാം ശരിയായി പോട്ടെ എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും ഞങ്ങളുടെ ഫാമിലിക്കും ആൻഡ് ഓവറോൾ എല്ലാം നന്നായി പോകാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു പറയാം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കാസ്പയുടെ കഥ കാണിച്ചായിരുന്നു കേട്ടോ പരിപാടി. എടാ ഇങ്ങോട്ട് എടുത്തോണ്ട് പോവാടാ കാപ്പിച്ചു. ഇതൊക്കെ മമ്മി നല്ല അടി തരും. കാപ്പിച്ചു നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ. ഡ്രോപ്പ് ചെയ്തത് ഇതൊക്കെ വെച്ചിട്ടുള്ള പുള്ളി വന്നിട്ട് ഒറ്റ അടിയാണ്. ഇതിൻ്റെ ഈ ഭാഗം വന്നിട്ട് നമ്മുടെ തലക്കെട്ടൊക്കെ വന്നിട്ടോ പുള്ളി
അടുപ്പിക്കുന്നത്. നമുക്ക് അറിയത്തില്ല, പക്ഷെ വന്നിട്ടുണ്ടല്ലോ പുള്ളി ഒറ്റ ഇടിയായിരിക്കും. നമ്മുടെ കാലൊക്കെ ചിലപ്പോൾ ഇവിടുത്തെ മാറും. ഇവിടെ പോയ സമയത്ത് വേണോ അതിങ്ങനെ വീശി വരും. ഓ, അതിൻ്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കാൻ ചാടാനൊക്കെ ഉസൈൻ ബോൾട്ട് ആയാൽ നമുക്ക് ചാടി മാറാം, അല്ലെങ്കിൽ അതിൻ്റെ വക നല്ലത് കിട്ടും. ആരോടുള്ള കലിപ്പ് തീർക്കോ ഗ്യാസ്പാനി? ആരോടുള്ള കലിപ്പാണ് നീ തീർത്തോണ്ടിരിക്കുന്നത്? വലിച്ചു പൊട്ടിക്കളാ, കമോൺ കാണട്ടെ. പവർ കാണിക്ക്, പവർ കാണിക്ക്, അങ്ങനെയാണ് അവൻ്റെ കാര്യം. ആരോടും പറഞ്ഞ പോലെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വീണ്ടും സെറ്റാക്കണം യൂട്യൂബ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഹോസ്പിറ്റലിൽ തിരക്കിനടക്കുന്നത് ഇവനെ കാണാൻ വരുന്നതിന് ലൈക്ക് വീട്ടുകാർക്ക്, അല്ലെങ്കിൽ വീട്ടുകാർക്കെന്നല്ല, നമ്മുടെ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ചൊരു ഇതുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടാത്ത സമയത്ത് നീ ഇവനെ കാണാൻ വരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ എന്നാ ചെയ്യാനാണ്, ഞാനല്ലേ മേടിച്ചേക്കുന്നത്, എൻ്റെ അല്ലേ പെറ്റെന്നല്ല, എൻ്റെ കോച്ചിനെ പോലെ ഞാനിവിടെ നോക്കുന്നത്. അപ്പം ഞാനത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ പോയിരുന്നാലും പുള്ളി എൻ്റെ ഇവനെ കെയർ ചെയ്യുകയാണെങ്കിൽ അത് ഇവരോട് സമയം കിട്ടുമ്പോൾ പരിപാടിയാണല്ലോ പറ്റത്തുള്ളൂ. ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്.